ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു കാച്ചിൽ പറിച്ച് പുഴുങ്ങി നോക്കാം. കാച്ചിൽ പറിച്ച് പുഴുങ്ങിയതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുക്കാൻ പോകുന്നത് ചാളക്കറിയും അതുപോലെ തന്നെ നല്ല പച്ചക്കുരുമുളക് അരച്ച ചാള വറുത്തതും കൂടിയാണ്. നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് നമ്മുടെ കാച്ചിൽ. ഇതിനെ നൂറാം കാച്ചിൽ എന്ന് പറയും. അതായത് ഇതിൻ്റെ വളർച്ച കൂടുതലും അടിയിലോട്ടായിരിക്കും. മുകളിൽ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നൂറാം കാച്ചിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ ചെറിയ റോസ് കളറൊക്കെ ഉണ്ടാവുമെങ്കിലും ഉള്ളിൽ നല്ല വെള്ള കളറായിരിക്കും. നല്ല അലുവ പോലെ ഇരിക്കും. അതുപോലെ പെട്ടെന്ന് വേകുകയും ചെയ്യും. നല്ല പൊടിപൊടിപ്പ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചോറ് പോലെ ഇരിക്കും. അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല പൊടിപൊടിപ്പ് ഉണ്ടാവും. ഇല്ല പൊട്ടി പൊട്ടി പോന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തൊക്കെ നട്ടതാണ്. ഇപ്പോൾ പാറസ് വന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് എന്തെന്നാണ് തിരഞ്ഞു നോക്കണേന്ന്. അപ്പോൾ കാശ് മറുപടി പറയാണ് അച്ഛൻ പാറ്റേനെ നോക്കണേണെന്ന്. നീ നോക്കണ അത്ഭുതനക്കില്ലേ മമ്മട്ടി വെച്ച് നോക്കിയാലോ? മമ്മട്ടി വെച്ച് നോക്കിയ കുറേ വിസ്താരം വേണം. പഠിച്ച പണി പതിനെട്ട് നോക്കിയായിരുന്നു. പല രീതിയിലും ഞങ്ങൾ ഇതിനെ പൊക്കി അങ്ങനെ തന്നെ എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. മണ്ണ് കുറെ പോണല്ലേ കൊത്തി കൊത്തി എടുക്കാം. എന്തെങ്കിലും എന്നാലും തരയണമല്ലോ. അങ്ങനൊരു കാര്യമുണ്ട്. ആയിക്കോട്ടെ, അതെ അതിൽ കൊള്ളണ്ടേ. അതെ അങ്ങനെയാണോ പൊട്ടിക്കണം? ഇത് കുറച്ച് നടാത്താടാ. എന്നിട്ട് ഇനി തരണ്ടേ? ദേ കണ്ടോ, ഇത്രയും വലിയ കുഴിയിലാണ് ആ കാച്ചിൽ നിന്നിരുന്നത്. അപ്പോൾ നമ്മൾ പാര കൊണ്ട് കുത്താനും അങ്ങനെ തന്നെ പൊക്കിയെടുക്കാൻ നോക്കിയത് വലിയ മണ്ടത്തരമായിരുന്നു. ആദ്യം തന്നെ ഇങ്ങനെ കുത്തിയെടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു മുറം കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 8-9 കിലോ ഒക്കെ കാണുമായിരിക്കും അല്ലേ. ഒരു മുറം നിറച്ച് കാച്ചിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് വേണ്ടി മാത്രം എടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ഞാൻ ഈ ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുക്കണുള്ളൂ. അപ്പോൾ നമുക്കിത് വെട്ടി ശരിയാക്കാം. അതിന് ഈ ഭാഗം നമ്മൾ നടാൻ വേണ്ടി എടുക്കും. ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചെത്തിക്കളയുന്നത് തന്നെയായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ മണ്ണൊക്കെ കുഴഞ്ഞതല്ലേ, അപ്പോൾ മണ്ണ് കടിക്കരുതല്ലോ. അതുപോലെ ഈ ഭാഗം മൊത്തം നമുക്ക് ചെത്തിക്കളഞ്ഞെടുക്കാം. ശരിക്കും ഉരുളക്കിഴങ്ങൊക്കെ ചെയ്യണ പോലെ
ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡിസൈൻ ചെയ്തിട്ട് വേണമെങ്കിലൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇത്തിരി ഞോളപ്പുണ്ട്. ഒരു 2-3 തവണയെങ്കിലും ഇനി ഒന്നും കൂടി കഴുകണം കേട്ടോ, അല്ലെങ്കിൽ മണ്ണ് പിടിച്ചിരിപ്പുണ്ടാവും. നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ശരിയാക്കിയെങ്കിലും അത് 2-3 തവണയെങ്കിലും ഒന്നും കൂടി കഴുകിയിട്ട് വരാം. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമുണ്ട്. ഇത് ചെയ്യണതിന് മുമ്പ് കയ്യിൽ ഇത്തിരി വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ചൊറിയില്ല. അപ്പോൾ ചിലവർക്കൊക്കെ ഇതിന് ചൊറിച്ചിലുണ്ടാക്കും. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചിട്ട് വരാം. കാച്ചിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കറക്റ്റ് ലെവലിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് വേവിക്കാം. കട്ടൻ ചായ കുടിച്ച ലിപ്സ്റ്റിക്ക് പോകും. പണ്ട് നമ്മളുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കുമ്പോൾ ചോദിക്കും ഇതെന്താണ് ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പോൾ പറയും വെള്ളലുവ വേവിക്കാൻ വേണ്ടി വെള്ളത്തിൽ അരിഞ്ഞിട്ടേക്കണേന്നൊക്കെ പറയും കേട്ടോ. നമുക്ക് കാണുമ്പോൾ അതൊരു വിശ്വാസമൊക്കെ തോന്നും. നമ്മുടെ കാച്ചിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ, തിളച്ചി. നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. ആഹാ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഉപ്പിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. സ്റ്റൗ നിർത്തിയേക്കാം. ഇത് കണ്ടോ, നല്ല കൊഴുത്ത ചാറാണ്, കൊഴുത്ത വെള്ളമാണ് ഇതിൻ്റെ കേട്ടോ. കപ്പ പുഴുങ്ങണ പോലെയല്ല. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കാം. നമുക്ക് അപ്പ പുഴുങ്ങുമ്പോഴൊക്കെ തേങ്ങ ചേർക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതിലേക്കും ചേർക്കുന്നത്. ഉപ്പിട്ട് തേങ്ങയിലിട്ട് തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാച്ചിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ ഉപ്പ് കൂടി പോകരുത്, എന്നാൽ ഒട്ട് കുറയാനും പാടില്ല. ഇനി ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടോട് കൂടി തന്നെ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് കുടഞ്ഞെടുക്കണം. നമ്മുടെ അമ്മമാരൊക്കെ അങ്ങനെയല്ലേ ചെയ്യണം. തേങ്ങ നിങ്ങൾക്ക് കുറച്ച് ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ അധികം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുടഞ്ഞെടുക്കാം. നമ്മൾ കയ്യിൽ വെച്ചിങ്ങനെ കുഴച്ച് നോക്കിക്കോ, ഇതെല്ലാം കൂടി കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെച്ചിട്ട് കുടയണം കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലേ ചെയ്ത് നോക്കുക കേട്ടോ. കൈ പൊള്ളിക്കരുത്. നന്നായിട്ട് കുടഞ്ഞിട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ മൂടി വെക്കാം. അപ്പോൾ ആ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ട് വേഗം അതിലിരുന്നിട്ട് ആ ഒരു ചെറിയ ഇതിൽ വെന്താലും മതി കേട്ടോ. ഇനി നമുക്ക് ചാള വറുത്തിട്ട് വരാം. കാച്ചിലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ചാള വറുക്കാനാണ് പോകുന്നത്. കറി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി വറുക്കാനായിട്ട് ചാള നന്നായിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ വരഞ്ഞിട്ടുണ്ട്. ചാള വരയുമ്പോൾ ഇതുപോലെ അടുപ്പിച്ച് വരയുകയാണെങ്കിൽ പെട്ടെന്ന് മസാല പിടിക്കാൻ സഹായിക്കും. അപ്പോൾ ചാള വറുക്കുന്നത് പച്ചക്കുരുമുളക് ഇട്ടാണ്. അപ്പോൾ ഒരു 2 കഷ്ണം 3 കഷ്ണം ഉള്ളി, ഏറ്റവും ചെറിയ ഉള്ളി എടുക്കുക, അധികം എടുക്കണ്ട. പിന്നെ പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് മീത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ചേർക്കേണ്ടത് വിനാഗിരിയാണ്. ഒരു പുളിക്ക് വേണ്ടിയ വിനാഗിരി ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. വിനാഗിരി ഇഷ്ടമില്ലാത്തവർ കുടംപുളി ഇടാവുന്നതാണ്. ഞാൻ ഈ ഒരു മൂടി വിനാഗിരിയുടെ തന്നെ കുപ്പിയുടെ ഒരു മൂടി ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഓരോ മീറ്റിൻ്റെ അകത്തേക്കും ഇതുപോലെ ഈ ഗ്രേവി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വറുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഓരോ മീനും എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഈ സംഭവം ഗ്രേവി ആയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കുഴക്കുമ്പോൾ ആവില്ല. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളുവശം വെളുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞു കളയും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നോൺ സ്റ്റിക്കിൽ വറുക്കുകയാണെങ്കിൽ അടിക്ക് പിടിക്കുകയില്ല. കുറച്ച് എണ്ണയും മതി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമ്മൾ കുരുമുളകും ഉള്ളിയൊക്കെ ഇട്ടേക്കണോണ്ട് തീ വളരെ കുറച്ച് വെച്ച് വേവിക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ ചാള വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഏത് മീനായാലും ഇങ്ങനെ വറുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ചൂടോടുകൂടി തന്നെ കുറച്ച് കുരുമുളക് ഇങ്ങനെ അങ്ങോട്ട് തൂവണം. എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂവണം. കണ്ടോ? നന്നായിട്ട് എരിവ് വേണമെന്നുള്ള ആൾക്കാർക്ക് ഒരിത്തിരി മുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ചാള വറുത്തതാണ് സൂപ്പർ ചാള വറുത്തത്. അപ്പോൾ നമുക്കിനി വിളമ്പാം. കുറച്ച് ചൂടോട് കൂടി കഴിക്കണതാണ് കേട്ടോ ഇത് നല്ലത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാച്ചിങ്ങ പുഴുങ്ങിയത്, കാച്ചിങ്ങ എന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പറയണം, കാച്ചിൽ പുഴുങ്ങിയത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തേങ്ങയിലൊക്കെ ഇങ്ങനെ മൂടി നിൽക്കണം അല്ലേ. പിന്നെ അതിന് ഗ്യാപ്പ് കൊടുത്ത് നടുക്ക് കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്. അപ്പോൾ ഈ നടുക്കുള്ള സ്ഥലത്തേക്ക് നമുക്കിങ്ങനെ കുറച്ച് ചാളക്കറി ഇട്ട് കൊടുക്കാം. നല്ല തിക്ക് ഗ്രേവിയുള്ള ചാളക്കറി. സൈഡിലായിട്ട് 2 മീൻ വറുത്തും കൂടെ വെച്ച് കൊടുക്കാം. 3 ഇരിക്കട്ടെ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? തേങ്ങയിട്ടൊക്കെ നല്ല സൂപ്പർ. ഒരു മഞ്ഞളൊക്കെ ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അമ്മ ഇച്ചിരി അമ്മച്ചിൻ്റെ അമ്മ തന്നെ കഴിച്ചില്ല. ഓ ഇത് ഇത്ര